കേരളത്തിൽ സമരത്തിന് പോയാൽ അടി കിട്ടും എന്നുള്ളത് എത്രയോ കാലമായിട്ടുള്ള കാര്യങ്ങളാണ്. ഇങ്ങനെയുള്ള സമരങ്ങൾക്ക് പോയാൽ അടി കിട്ടും. അടി കിട്ടാത്തവരായതുകൊണ്ടാണല്ലോ അവർക്ക് പെട്ടെന്ന് പ്രയാസം തോന്നുന്നത്. ഞങ്ങളൊക്കെ അടി മേടിച്ചിട്ടുണ്ടല്ലോ ഒരുപാട് സമരങ്ങളിൽ പോയി. അപ്പോൾ ഇടയ്ക്ക് ഇങ്ങനെ പോയി സമരം ചെയ്ത് 2 അടിയൊക്കെ പോലീസിനെ കിട്ടുമ്പോഴാണ് രാഷ്ട്രീയ നേതാവാകുന്നത്. അത് പരിശീലനമാണ്, കുഴപ്പമില്ല. പ്രിയപ്പെട്ട സജി ചെറിയാൻ, താങ്കളോട് വല്ലാത്ത സഹതാപം തോന്നുന്നുണ്ട്. എന്ത് ക്രൂരമായ മനസ്സാണ് താങ്കളുടേത്. പോലീസ് ആക്രമണത്തിലും ഉന്തിലും തള്ളിലും ഒക്കെ പെട്ട് കൈകാലുകൾ ഒടിഞ്ഞ് കേസുകളകപ്പെട്ട് വിധമായ പരിക്കുകൾ പറ്റി നിറയിക്കുന്ന കുറെ കുട്ടികളെ കണ്ടുകൊണ്ട് താങ്കൾ പറയുകയാണ് ഇതൊക്കെ നല്ലതാണ്, ഇതൊക്കെ ഇങ്ങനെ വേണം, നേതാവാകണമെങ്കിൽ ഇങ്ങനെയൊക്കെ ചെയ്തെങ്കിലേ പറ്റൂ, ഞങ്ങളൊക്കെ ഇതൊക്കെ അനുഭവിച്ചിട്ടുണ്ട് എന്ന്. നിങ്ങൾക്ക് കുറെ രക്തസാക്ഷികളെ വേണം. അതാണ് ഇപ്പോഴത്തെ ആവശ്യം. പണ്ട് കാലത്ത് ഡാമുകളും കോട്ടകളും പാലങ്ങളും ഒക്കെ നിർമ്മിക്കുമ്പോൾ അവിടെ മനുഷ്യജീവനെ കുരുതി കൊടുക്കുന്ന ഒരു സമ്പ്രദായം ഉണ്ടായിരുന്നു. ഫൗണ്ടേഷൻ സാക്രിഫൈസ് എന്നാണ് അത് അറിയപ്പെട്ടിരുന്നത്. അത് മിക്കവാറും എല്ലാ രാജ്യങ്ങളിൽ തന്നെ നടമാടിക്കൊണ്ടിരുന്ന ഒരു ഹീനമായ നികൃഷ്ടമായ ഒരു സമ്പ്രദായമായിരുന്നു. ജപ്പാൻ ഭാഷയിൽ അത് ഹിരോബാഷിര എന്നാണ് അറിയപ്പെടുന്നത്. ഹ്യൂമൻ പില്ലർ എന്നാണ് ആ വാക്കിന്റെ അർത്ഥം. ഈ നിർമ്മിതിയുടെ പിന്നിൽ ഒരു ജീവനെ ബലിയായി നൽകിയാൽ ആ നിർമ്മിതി കാലാകാലങ്ങളായിട്ട് നിലനിൽക്കും, അതിനൊരു അമാനുഷിക ശക്തി ലഭിക്കും എന്നുള്ള ഒരു അന്ധവിശ്വാസത്തിന്റെ പേരിലായിരുന്നു ഈ നരബലി നടന്നുകൊണ്ടിരുന്നത്. ഇന്നും നിർഭാഗ്യം എന്ന് പറയട്ടെ, എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും ഒരു വിശ്വാസമുണ്ട്, അത് നിലനിൽക്കണമെങ്കിൽ കുറെ രക്തസാക്ഷികൾ വേണം എന്നുള്ളത്. അതിനുവേണ്ടി കുട്ടികളെയൊക്കെ ഒരുക്കാറുണ്ട്. ഉടനെ മന്ത്രിയാകാം, MP ആകാം, MLA ആകാം എന്നൊക്കെ മനസ്സിൽ ചിന്തിച്ചുകൊണ്ട് പിള്ളേര് ഇങ്ങനെ അവരുടെ ആ ചെറിയ പ്രായത്തിൽ, രക്തത്തിളപ്പുള്ള പ്രായത്തിൽ ആരെങ്കിലും ഇളക്കി വിടുമ്പോൾ ഒന്നും ചിന്തിക്കാതെ ഇറങ്ങിത്തിരിക്കാറുണ്ട്. ഫലമെന്താ? കുറെ പേര് മരണപ്പെടുന്നു. കലാലയ രാഷ്ട്രീയത്തിൽ കൂടി ജീവൻ വെടിഞ്ഞ എത്രയോ യുവാക്കളുടെ ദയനീയമായ അന്ത്യം നമ്മുടെ മുമ്പിൽ ഒരു ചോദ്യചിഹ്നമായി നിലനിൽക്കുന്നുണ്ട്. PK അഷറഫ്, ഭുവനേശ്വർ, CV ജോസ്, MS പ്രസാദ്, KV സുധീഷ്, അനിൽകുമാർ, ധീരജ് രാജേന്ദ്രൻ, അഭിമന്യു ഫാസിൽ എന്ന് തുടങ്ങി എത്രയോ പേരാണ് പറക്കമുറ്റം മുമ്പ് ഈയാമ്പാറ്റകളെ പോലെ കരിഞ്ഞു വീണിട്ടുള്ളത് എന്നുള്ളത് നമ്മൾ അറിയണം. അമ്പലപ്പുഴയിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി വിജയിച്ച G സുധാകരൻ എന്ന കമ്മ്യൂണിസ്റ്റ് നേതാവിന്റെ സഹോദരനായിരുന്നു G ഭുവനേശ്വർ. കലാലയ രാഷ്ട്രീയത്തിൽ മരണപ്പെട്ടതാണ്. ഒരു ഇന്റർവ്യൂവില് സുധാകരൻ പറയുന്നുണ്ട്, ഒടുവിൽ കേസ് നടത്താനും ഒക്കെയായിട്ട് ഒരുപാട് പൈസ ചെലവായി, പാർട്ടിക്കാരും സഹായിച്ചില്ല, വീട്ടിലെ തടികളൊക്കെ വെട്ടിവിറ്റും കടമെടുത്തും ചിട്ടിപിടിച്ചും ഒക്കെയാണ് അന്ന് ആ കേസ് നടത്തിയത്. അപ്പോൾ ആദ്യത്തെ ഒരു ആവേശം മാത്രമേ ഉള്ളൂ, ഒരാൾ മരിച്ചാൽ പാർട്ടിക്കാർക്കായാലും എല്ലാം. പിന്നീട് നഷ്ടം വീട്ടുകാർക്കൊക്കെ തന്നെയാണ്. ആരും പിന്നെ തിരിഞ്ഞു നോക്കാറില്ല. പാർട്ടി അവർക്ക് വേണ്ടി ഒരു രക്തസാക്ഷി മണ്ഡപം പണിയും, ആണ്ടിൽ ഒരിക്കൽ അവരുടെ ഓർമ്മ നടത്തും. കുറെ പേരുണ്ട് ചത്തതിനൊക്കെ ജീവിച്ചിരിക്കലോ എന്ന രീതിയിൽ മർദ്ദനത്തിലൊക്കെ പരിക്കേറ്റ് ശയ്യ അവലംബികളായി കിടക്കുന്ന, കാലുകുത്താൻ വയ്യാത്തവർ, എഴുന്നേക്കാൻ വയ്യാത്തവർ, അങ്ങനെയുള്ള അവർക്ക് വേണ്ടി പാർട്ടി ഒരു പെൻഷൻ സ്കീമും കൊടുക്കും. ഇങ്ങനെ കേസിലും ഒക്കെ പെട്ട് ഒട്ടേറെ പേര് പഠിത്തം പൂർത്തിയാക്കാതെ ഇറങ്ങും. അവർക്ക് പിന്നീട് ഒരു നല്ല പോലീസ് ക്ലിയറൻസ് കിട്ടുകയില്ല. ക്രിമിനൽ കേസിൽ പെട്ട് ജയിലിൽ ശിക്ഷ അനുഭവിച്ചാൽ അതുകൊണ്ട് പാസ്പോർട്ട് കിട്ടുകയില്ല. വിദേശത്തെങ്ങാനും പോയി ഒരു ജോലി മേടിക്കാൻ തക്കണം പറ്റുകയില്ല. നല്ലൊരു ജോലി ഇവിടെ കിട്ടുകയില്ല. പിന്നെ ജീവിക്കാൻ വേണ്ടി അവര് ഗുണ്ടകളായിട്ടും പാർട്ടികളുടെ കൊട്ടേഷൻ ഏറ്റെടുക്കുന്ന ആളുകളായിട്ടൊക്കെ മാറും. കുറെ പേരെ വേണം ഇതിനു വേണ്ടിയൊക്കെ. അതിനുവേണ്ടി എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് ബൂസ്റ്റ് ചെയ്ത് ഒന്നും അറിയാൻ വയ്യാത്ത പ്രായത്തിൽ പിള്ളേരെ ഇളക്കി വിടുകയാണ് ഈ പറയുന്ന നേതാക്കന്മാർ ഒക്കെ എന്ന് ഓർക്കണം. പ്രിയപ്പെട്ട സജി ചെറിയാൻ, താങ്കൾക്ക് 3 മക്കളാണല്ലോ, 3 പെൺമക്കളാണ്. 2 പേരെ താങ്കൾ ഡോക്ടേഴ്സാക്കി. മറ്റേ ഒരു കുട്ടി പഠിക്കുന്നുണ്ട്, അതും നല്ല തരത്തിലുള്ള വിദ്യാഭ്യാസമാണ്. താങ്കൾ എന്താ അവരെ നേതാക്കന്മാരാകാൻ വിടാഞ്ഞത്? 2 കൈയും തല്ലി ഒടിച്ച് മാരകമായ പരുക്കും പറ്റി
അവര് താങ്കളുടെ വീട്ടിൽ കയറി വന്നാൽ ഇതുപോലെ പുഞ്ചിരിച്ചുകൊണ്ട് അത് നന്നായിപ്പോയി, ഇതൊക്കെ നല്ലതാണ്, ഞങ്ങളൊക്കെ ഇങ്ങനെ കൊണ്ടിട്ടുണ്ടെന്ന് താങ്കൾ പറയുമോ? ആരാന്റെ അമ്മയ്ക്ക് ഭ്രാന്തി പിടിച്ചാൽ കാണാൻ ഒരു രസമാണ്. സ്വന്തം അമ്മയ്ക്ക് ഭ്രാന്തി വരുമ്പോഴേ ഉള്ളൂ അതിന്റെ നൊമ്പരം മനസ്സിലാക്കുന്നത്. മറ്റു വീട്ടിലെ കുട്ടികൾ മരിച്ചാല് അല്ലെങ്കിൽ പരിക്ക് പറ്റിയാല് കേസിൽ പ്രതിയായാല് അതൊക്കെ നല്ലതാണ് എന്ന് തോന്നും സജി ചെറിയാൻ. താങ്കളുടെ വീട്ടിൽ ആർക്കെങ്കിലും അത് പറ്റുമ്പോഴേ താങ്കൾക്ക് നോവത്തുള്ളൂ. തല്ലുകൊണ്ടും പോലീസ് മർദ്ദനമേറ്റും ജയിലിൽ കടന്നും കേസിൽ പ്രതിയായും ഒക്കെ ആയാല് പെട്ടെന്ന് നേതാവാകാം എന്നുള്ളത് ഒരു മൗഢ്യധാരണ മാത്രമാണ്. വാസ്തവത്തിൽ ലോട്ടറി ടിക്കറ്റ് എടുക്കും പോലെ ഉള്ളൂ. ലക്ഷക്കണക്കിന് പേര് ടിക്കറ്റ് എടുക്കും, 1-2 പേർക്ക് അതിന്റെ ലോട്ടറി അടിക്കുകയും ചെയ്യും. എന്ന് പറഞ്ഞതുപോലെ 10,000-കണക്കിന് പേര് തല്ലുകൊള്ളുകയും മറ്റുള്ളവർക്ക് ഉപദ്രവം വരുത്തുകയും കലാലയ രാഷ്ട്രീയത്തിലെ പഠനം മുടക്കുകയും മറ്റുള്ളവരുടെ ഭാവിയുടെ തൊലക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ ആർക്കെങ്കിലും 1-2 പേർക്ക് നേതാവാകാം. ബാക്കിയുള്ളവരുടെ എല്ലാം ഗതി അധോഗതി തന്നെയാണ്. ഒരു കൊതുക് തമാശ കേട്ടിട്ടുണ്ട്. ഒരു കൊതുക് വൈകിട്ട് മുളിപ്പാട്ടും പാടി വീട്ടിൽ നിന്നിറങ്ങി. ഭാര്യ ചോദിച്ചു, തിരികെ വരുമ്പോൾ അത്താഴം വെച്ചേക്കണോ നിങ്ങൾക്ക്? കൊതുക് പറഞ്ഞു, വേണ്ട. അതെന്താ? ഒന്നിൽ അടിച്ചു ചാകും, അല്ലെങ്കിൽ കടിച്ചു ചാകും. അതുതന്നെയാണ് ഈ രാഷ്ട്രീയത്തിലും അക്രമ രാഷ്ട്രീയത്തിലൂടെയൊക്കെ വളർന്നു വന്ന് ഗുണ്ടാപ്പണികളും ഒക്കെ ചെയ്തു വരുന്നവരുടെ ഗതി അതുതന്നെയാണ്. ഏതെങ്കിലും തരത്തിൽ കാലം പൂർത്തീകരിക്കപ്പെടുന്നതിന് മുമ്പ് തന്നെ മരണപ്പെട്ടു പോകും. ഈ നേതാക്കന്മാരുടെ ഒക്കെ മക്കൾ ഇപ്പം നോക്കുക, നമ്മുടെ ഇപ്പൊ കോൺഗ്രസിന്റെ ഇവിടെ നിൽക്കട്ടെ, കമ്മ്യൂണിസ്റ്റ് നേതാക്കളുടെ മക്കളുടെ മാത്രം എന്നെടുക്കാം. കാരണം അവരാണല്ലോ ഈ തല്ലുകൊള്ളുന്നതും ഒക്കെ ഒരു ട്രെയിനിങ് ആണ്, അത് ആവശ്യമാണ്, അങ്ങനെ തന്നെ പഠിച്ചു കയറി വരണം എന്ന് പറഞ്ഞ് പ്രോത്സാഹനം കൊടുത്ത് നിൽക്കുന്നത്. ഈ ഇപ്പോഴുള്ള നമ്മുടെ കമ്മ്യൂണിസ്റ്റ് നേതാക്കളെ ഒന്ന് നോക്കാം. അവരുടെ ഏതെങ്കിലും മക്കൾ ഇങ്ങനെ കലാലയ സമരത്തിനോ അക്രമ രാഷ്ട്രീയത്തിനോ പോയി തലകീറിയിട്ടുണ്ടോ? ഇല്ല. ഒന്നുകിൽ അവർ ഡോക്ടേഴ്സ് ആയിട്ടുണ്ട്, എഞ്ചിനീയേഴ്സ് ആയിട്ടുണ്ട്, IT പ്രൊഫഷണൽസ് ആയിട്ടുണ്ട്, MBA ഒക്കെ കഴിഞ്ഞല്ല മാർക്കറ്റിംഗിൽ നല്ല തരത്തിൽ ജോലി സമ്പാദിക്കുന്നുണ്ട്. അവരവരുടെ കാര്യം നോക്കി ജീവിക്കുന്നുണ്ട്. അച്യുതാനന്ദൻ, പിണറായി വിജയൻ, കോടിയേരി ബാലകൃഷ്ണൻ, KK ശൈലജ, EP ജയരാജൻ, P ജയരാജൻ, MV ജയരാജൻ, MA ബേബി, MV ഗോവിന്ദൻ, KN ബാലഗോപാൽ. ജസ്റ്റ് ഒന്ന് ഞാൻ നോക്കിയതാണ് ഇവരുടെയൊക്കെ മക്കൾ. ഇവരെല്ലാം നല്ല രീതിയിൽ ഇന്ത്യക്ക് വെളിയിലും ഇന്ത്യക്കകത്തുള്ള നല്ല കോളേജിലും പോയി പഠിച്ചതാണ്. സമരമൊന്നും ചെയ്യാതെ അവരവരുടെ കാര്യം നോക്കി അവരവരുടെ നല്ല നിലയിലെത്തുന്നു. ഇതൊന്നും തിരിച്ചറിയാനാവാതെ ചില കുട്ടികൾ ഇങ്ങനെ സമരത്തിലേക്ക് ഇറങ്ങിപ്പോവുകയാണ്. മരണപ്പെട്ടു കഴിഞ്ഞാൽ പാർട്ടിക്കാർക്ക് എന്ത് നഷ്ടമാകാനാണ്? അവരുടെ മാതാപിതാക്കൾക്ക് പോയി. ഇപ്പോഴ് 1-2 കുട്ടികൾ മാത്രമാണ് നമ്മുടെ ഭവനങ്ങളിൽ ഒക്കെ ഉള്ളത്. അതൊക്കെ വിടരും മുമ്പേ കൊഴിഞ്ഞു പോകുക എന്നൊക്കെ പറയുമ്പോൾ അതിന്റെ ദുഃഖം ഭയങ്കരമാണ്. അതുകൊണ്ട് ഫൗണ്ടേഷൻ സാക്രിഫൈസിനും ഹ്യൂമൻ പില്ലറിന് വേണ്ടി പാവം കുട്ടികളെ ബലിയാടുകളാക്കില്ലേ. അവര് പോയി ജീവിച്ചോട്ടെ. നിങ്ങളുടെ സിംഹാസനം ഉറപ്പിക്കാൻ നിങ്ങളുടെ പിള്ളേർക്ക് താല്പര്യമില്ലെങ്കിൽ മറ്റു പാവം പിടിച്ച പിള്ളേരെ അതിനുവേണ്ടി നിങ്ങൾ എന്തിനാണ് പ്രലോഭിച്ച് പറഞ്ഞുവിടുന്നത്? സമാധാനത്തിന്റെ വെള്ളരിപ്രാവുകളെ പറത്താൻ കൊച്ചു കൂട്ടുകാരെ നിങ്ങൾ ശ്രമിക്കുക. ചൂടുചോറ് വാരി കൈപൊള്ളുന്നത് കണ്ട് ദൂരെ നിന്ന് ചിരിക്കുന്ന കുറെ പേര് കാണും. കുട്ടിക്കുരങ്ങളാകാതിരിക്കുക.